ഇപ്പോൾ കാട്ടിലേക്ക് കയറിപ്പോയ നാട്ടാന പുതുപ്പള്ളി സാധു ഈ ആനയെ കണ്ടെത്തിയെന്ന് വാർത്ത വരുന്നു. നമുക്കൊപ്പം അഭിനന്ദ് VS ചേരുന്നു. അഭിനന്ദ്, എന്തായാലും സാധുവിനെ കണ്ടെത്തിയല്ലോ, നല്ല കാര്യമായി. പറയൂ വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് SK ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ആനപ്രേമി സംഘത്തിനുണ്ടായിരുന്ന ആനയെ തിരയാനുള്ള സംഘത്തിനുണ്ടായിരുന്ന ഒരു ചേട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എപ്പോഴാണ് ഇത് കണ്ടെത്തിയത്? 8:45 എങ്ങനെയാണ് നിങ്ങൾ നേരിട്ട് കണ്ടു? ആനയുടെ അടുത്ത് വന്നു, ആനയെ വിളിച്ചു, ആന വർത്തമാനം പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, പരിക്കളൊന്നുമില്ല, ഒരു പരിക്കില്ല. സന്തോഷമായി. പിന്നെ ആന ഇപ്പം തന്നെ ലോറി കയറ്റാനുള്ള പരിപാടിയെല്ലാം നീക്കിക്കൊണ്ടിരിക്കുക. ആന പൂർണ്ണ ആരോഗ്യമാണ്, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഭൂതത്താൻകെട്ട്, നമ്മുടെ ഈ ഡാമിന്റെ പരിസരം. സാധാ സ്ഥിരം കൊടുക്കാൻ പറ്റും അതൊക്കെ. അപ്പൊ SK അങ്ങനെയാണ് പറഞ്ഞത്. ആന ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. ആന ഏതാണ്ട് ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു പുതുപ്പള്ളി സാധു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് കാണാതായത്. കാട്ടിലേക്ക് കയറി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 5 ആനകളെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷന്, കോതമംഗലത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തിയത്. 3 പിടിയാനകളും 2 കൊമ്പനാനകളും ഉണ്ടായിരുന്നു. ഈ 2 കൊമ്പനാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് ഈ നാട്ടാന പുതുപ്പള്ളി സാധു ഈ കാട്ടിലേക്ക് കയറിപ്പോയത്. ഇപ്പോൾ കണ്ടെത്തി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പരിക്കുകളൊന്നുമില്ല. പക്ഷേ ഇനിയും ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കുവാൻ വേണ്ട നടപടികൾ പുതുപ്പള്ളി സാധുവിന്റെ പാപ്പാന്മാർ അടക്കം പുരോഗമിച്ചുകൊണ്ടിരുന്നതാണ് ഏറ്റവും പ്രധാനം. ഏതാണ്ട് നമുക്കറിയാം, ഇന്നലെ രാത്രി 9 മണിവരെ ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ നടത്തിയിരുന്നു, അന്വേഷണം കൃത്യമായി നടത്തിയിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഉൾവനത്തിലേക്ക് പോയി എന്നാണ് ആദ്യം ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ നിർത്തിവെച്ചിരുന്നത്. പിന്നെ ഇന്ന് രാവിലെ 6:30 കൂടിയായിരുന്നു പ്രത്യേക RRT സംഘം മൂന്നാറിൽ നിന്നും അടക്കം എത്തി ഈ അന്വേഷണം ആരംഭിച്ചത്. അതിലാണ് ഇപ്പോൾ ആനയെ കണ്ടെത്തിയിരിക്കുന്നത്. ഉൾവനത്തിലേക്ക് പോയി എന്നുള്ള സാധ്യതയായിരുന്നു ഇന്നലെ തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഒരു കാരണമായി കണ്ടെത്തിയത്. ഇങ്ങനെ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ ഇതാ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി 9 മണിക്ക് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ പുതുപ്പള്ളി സാധു ഇപ്പോൾ വരുന്നു, പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുന്നു എന്നാണ് ഈ സംഘത്തിലെ ഒരാൾ നമുക്ക്. കാട്ടിലേക്ക് കയറിയ നാട്ടാന പുതുപ്പള്ളി സാധു നാട്ടിലേക്ക് ഇറങ്ങുന്നു. അത് ആനയ്ക്ക് വലിയ പരിക്കുകളൊന്നുമില്ല. മാത്രമല്ല ആനയെ ഭക്ഷണമൊക്കെ കൊടുത്ത് അനുനയിപ്പിച്ച് കാടിറക്കാനാണുള്ള പരിപാടി. എന്തായാലും നാട്ടിലേക്ക് സാധു വരുന്നു, വളരെ സാധുവായിട്ട് തന്നെ വരുന്നു. ഇനി നമുക്കൊരു ഇടവേള പോകണം. അപ്പോഴേക്കും പുതുപ്പള്ളി സാധു നാട്ടിലെത്തിക്കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.